മൂന്നാം ദിനം തലസ്ഥാനത്ത് കലാപൂരത്തിന്റെ ആവേശം ഉച്ചിയിലെത്തിയിരിക്കുകയാണ്. ഇനി 3 ദിനരാത്രങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. വരും ദിവസങ്ങളിൽ മത്സരം കടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ ആവേശവും ആഘോഷവും വർദ്ധിക്കുകയുള്ളൂ. പ്രേക്ഷകർ ഏറെയുള്ള മൂകാഭിനയവും യക്ഷഗാനവും ചവിട്ട് നാടകവും ഒക്കെ ഇന്ന് അരങ്ങിലെത്തിയിട്ടുണ്ട്. കഥയിലും കാർട്ടൂണിലും നാടകത്തിലുമെല്ലാം വയനാട് ദുരന്തവും പ്രമേയമായി വന്നു ഇക്കുറി ഈ ഒരു സംസ്ഥാന കലോത്സവത്തിൽ എന്നുള്ളതും ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. വയനാടിനെ വേണ്ടിയാണ് എല്ലാവരും ഇത്തവണ വന്നിരിക്കുന്നത്. വയനാടിന് വേണ്ടിയുള്ള ഒരു കലോത്സവം തന്നെയാണ് എന്ന് വേണം പറയാൻ. ഉരുൾപൊട്ടി വന്ന മലവെള്ളത്തെ വേദിയിലെത്തിച്ച മൂകാഭിനയമായിരുന്നു മൂന്നാം ദിനത്തിലെ ഏറ്റവും വേറിട്ട് നിന്ന ഒരു ഐറ്റം എന്ന് വേണം പറയാൻ. ഉച്ചയ്ക്ക് ശേഷം വേദികളിൽ എന്തൊക്കെയുണ്ട് എന്ന് പങ്കുവെക്കാൻ നമ്മുടെ ടീം, കേരള വിഷൻ ന്യൂസിന്റെ ടീം അവിടെ സെറ്റാണ്. ഇപ്പോൾ വിഷ്ണു ഉണ്ട് ഒരു അതിഥിയുമായി. വിഷ്ണു, ഉച്ചയിലെത്തി നിൽക്കുന്ന സമയത്ത് നമ്മളെ തണുപ്പിക്കാൻ ആരാണുള്ളത്? അതിഥി ആരാണ്? വിശേഷങ്ങൾ? വൃന്ദ, ഇവിടെ ചൂട് പിടിച്ച മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, ഇവിടെ ഞാനുണ്ട്, നവീൻ ചേട്ടനുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വലിയ ടീമാണ് നമ്മുടെ കൂടെയുള്ള, ഒരാളൊന്നുമല്ല. ഇത് കാസർഗോഡ് നിന്ന് എത്തിയ ഒരു വലിയ സംഘമാണ്. 12 ആളടങ്ങുന്ന സംഘം. അതെ, 12 ആള്. അതെ. അപ്പൊ ഒരു ഗോത്ര കലയാണ് ഇവർ അവതരിപ്പിക്കാൻ പോകുന്നത് ഇവിടെ. അതായത് നമ്മുടെ കാസർഗോഡ്, നമുക്കറിയാം പേരിൽ തന്നെ ദൈവമുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. ഇപ്പൊ കാസർഗോഡ് ജില്ലയിൽ വധിക്കുന്ന നമ്മളെ 12, അതായത് 10 പെൺകുട്ടികളും 2 ആൺകുട്ടികളും ചേർത്തിട്ടുള്ള 12 ആളടങ്ങുന്ന ടീമാണ് നമ്മുടെ ഒരു കോട്ടയത്തിന്റെ അല്ലേ, അല്ലല്ല, ഇവര് ഇടുക്കിയുടെ ഗോത്രകലയായ മലപ്പുലയാട്ടം എന്ന് പറയുന്ന മലപ്പുലയാട്ടം എന്ന ഒരു ഗോത്രകലയായിട്ട് വന്നതാണ്. അപ്പൊ ഒരു മൊത്തം നമ്മള് 14 ടീം ഉണ്ടായിരുന്നു. അതിൽ എത്രാമത്തെ കോഡ് നമ്പർ ആയിരുന്നു? എത്രാമത് മത്സരിച്ചത്? 4ാമത് മത്സരിച്ചവരാണ്. റിസൾട്ട് വന്നിട്ടില്ല. എന്തായാലും ആ മത്സരത്തിന്റെ കാര്യങ്ങൾ, ആ ചൂടൊന്നും പോയിട്ടില്ല ഇവർ. അതിന്റെ ആ മത്സരത്തിൽ എങ്ങനെയാണോ മത്സരിച്ചത് അതിന്റെ അവരൊന്ന് പരിചയപ്പെടാം. റെഡി, ഓരോരുത്തരായിട്ട്. നവമി, ശിവന്യ, ശ്രീശ, നേഹ, അശ്വതി, ആകാശ്. ഓക്കെ, പേര്? അനന്യ, ഋത്വിനി, നിവേദ്യ, ശിവനന്ദ, നീതു, ശ്രാവൺ. എല്ലാരും കാസർഗോഡ് ജില്ലയിൽ എവിടെയാ സ്ഥലം? കറക്റ്റ് ഇരിയണ്ണി. ഓക്കെ. അപ്പൊ നിങ്ങളുടെ കൂടെ സപ്പോർട്ടിനായിട്ട് ആരാ വന്നിരിക്കുന്നത്? എത്ര ടീച്ചർമാരുണ്ട്? ടീച്ചേഴ്സ് ഉണ്ട് അല്ലേ? 5 ടീച്ചേഴ്സ് അല്ലേ? അപ്പൊ 5 ടീച്ചേഴ്സിന്റെ കൂടിയാണ് നമ്മൾ 12 മക്കൾ വന്നിരിക്കുന്നത് അല്ലേ? വലിയൊരു സംഘമായിട്ട് വന്നതാണ്. ഗോത്രകല വലിയ പ്രത്യേകത ഉള്ളതാണ്. അല്ല, ഇത് മാത്രം നാടകമുണ്ട്. പിന്നെ വേറെന്താ? മിമിക്രിയാ? ആരാ ഇതിന്റെ അകത്തുണ്ടോ? ഇതിന്റെ അകത്തില്ല. ഓക്കെ. മിമിക്രി മത്സരം എപ്പോഴാണ് നടക്കുന്നത്? നാളെയാണ്. അപ്പൊ അതിനെല്ലാം കൂടിയാണ്. അപ്പൊ നിങ്ങളുടെ സ്കൂളിൽ മൊത്തത്തിൽ നമ്മൾ അങ്ങോട്ട് അടിച്ചു കൊണ്ടുപോകേണ്ട പരിപാടിയാണോ? എല്ലാവരും അതിന്റെ ആവേശമാണ്. നമ്മൾ ടീച്ചർമാരൊക്കെ നിങ്ങളുടെ കളിക്കുന്ന സമയത്തൊക്കെ ആ സ്റ്റെപ്പ് ടീച്ചർമാരെ ഇരുന്നെടുക്കുന്ന കളിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? കാരണം ടീച്ചർമാർക്ക് ആവേശം മൂത്തിട്ട് അങ്ങനെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, കട്ട സപ്പോർട്ടാണ്. ശരി. അപ്പൊ നമുക്ക് അവരെ മത്സരം കണ്ടോ? തീർച്ചയായും നമ്മുടെ ഒരു അനുഷ്ഠാന കലയാണ്. അപ്പൊ ആ കലയുടെ മാത്രമായിട്ട് സംഭവം ഒന്ന് കാണാം. അതെ, ഇപ്പൊ കേരള വിഷന് വേണ്ടി മാത്രമായിട്ട് ഒരു പെർഫോമൻസ് ഇവിടെ ഉണ്ട്. യെസ്, തീർച്ചയായും. നമ്മളൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മാറി നിൽക്കാം, ബാക്കി നിങ്ങൾ കളിച്ചോളൂ. ഓക്കെ, വാ.
വാ. അപ്പൊ എല്ലാവരും നിൽക്കാം. എന്തായാലും നമ്മള് കാരണം ഇപ്പൊ കുട്ടികള് ജസ്റ്റ് ആക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇതിന്റെ കൂടെ 2 വാദ്യോപകരണം ഉണ്ട്. ആ വാദ്യോപകരണത്തിന്റെ താളത്തിലാണ് ഇവര് നൃത്തം ചെയ്യുന്നത്. ആ 2 കലാകാരന്മാർ വന്ന് വാ. ഈ 2 പേരാണ് നമ്മുടെ വൈനീതും. ഇവരാണ് രണ്ടുപേരാണ് ഈ വാദ്യോപകരണം ഉപയോഗിക്കുന്ന ആൾക്കാർ. അപ്പൊ നിങ്ങൾ എന്തൊക്കെ ഉപകരണം ഉപയോഗിക്കുന്നത്? 2 പേര് ഉറുമി, ഇടിമുട്ടി. രണ്ടും ഭയങ്കര സംഭവം. ഒന്ന് ഇടിമുട്ടിയും ഒന്ന് ഉറുമിയും. അതെ അതുകൂടി ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ വേറെ തലത്തിലേക്ക് പോകേണ്ടതായിരുന്നു. പിന്നെ ശരിക്കും വേറെ എന്തൊക്കെയാണ് ഉപയോഗിക്കല്? കിടിമുട്ടി, ഉറുമി, കട്ടവാദ്യം ഇതൊക്കെയാണ്. അപ്പൊ എന്തായാലും 3ഉം 4ഉം വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇവർ ഈ ഒരു പരിപാടി ഒരു പ്രത്യേകിച്ചാല് മൊത്തം ടീമിൽ 12 ആളായിരിക്കണം. അതില് 4 ആൾക്ക് വേണമെങ്കിൽ വാദ്യോപകരണം കൈകാര്യം ചെയ്യാം. പക്ഷെ നേരെ 8 ആള് കളിക്കും. അല്ലെങ്കിൽ 2 ആൾ വാദ്യോപകരണം ചെയ്യുമ്പോൾ 10 ആൾ കളിക്കും. അങ്ങനെയാണ്. ഹൈസ്കൂൾ ഭാഗമാണ്. എന്താ റിസൾട്ട് വന്നു. അതാണ് സന്ദർഭം നമുക്കിപ്പോ കാണാൻ പറ്റി. കേരള വിഷനിൽ വന്നുകൊണ്ട് ഇവർക്ക് അതിന്റെ ഒരു ഭാഗ്യമുണ്ട്. എന്ന് പറയുമോ നമ്മുടെ കൂടെ നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു ഊർജ്ജം, ഒരു പോസിറ്റീവ് എനർജി വന്നത്. സന്തോഷമല്ലോ. നിന്നുകൊണ്ട് ആ ഒരു സന്തോഷം കാണാൻ പറ്റും. നമുക്ക് ആ താളവും നമ്മുടെ വാദ്യോപകരണത്തിന് അകമ്പടി ഇല്ലെങ്കിലും ഇപ്പൊ ഒരു അകമ്പടിയായി. സന്തോഷമല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താളം എല്ലാം തിരിച്ചു വന്നു. ഇവിടെ ഇല്ലെങ്കിൽ പോലും ആ സമ്മാനത്തിലുണ്ടല്ലോ. തീർച്ചയായും. മാത്രമല്ല ഇവരെ വെയില് നല്ല ചൂടുണ്ട്. ആ ചൂടൊക്കെ പോയി ഇപ്പൊ നല്ലൊരു AC റൂമിൽ നിന്ന പോലെ മുഖത്തേക്ക് ആഹ്ലാദ പ്രകടനം എന്ന് പറയുന്നത് നമുക്കും ഏറെ സന്തോഷമുണ്ട്. ഈ ഒരു വേദിയിൽ നമ്മുടെ ഒരു സ്റ്റാളിൽ നിൽക്കുന്ന സമയത്താണ് ഇവരുടെ ഒരു ആഹ്ലാദ പ്രകടനം നമുക്കും കാണാൻ സാധിച്ചത്. അത് വളരെ സന്തോഷമുണ്ടാക്കി. നമ്മുടെ പ്രേക്ഷകർക്കും അതുപോലെ തന്നെയാണ്. നമുക്ക് കാളിദാസ് ഉണ്ട് നമ്മളുടെ കൂടെ.